സെമി ഫൈനലിൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇന്ത്യയെ വിജയിപ്പിച്ചിരിക്കുന്നു ആരോൺ ജോർജ്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള സെമി ഫൈനൽ ഒരുപാടധികം സന്തോഷം തന്ന കളിയായിരുന്നു. പാകിസ്ഥാനെ തോൽപ്പിച്ച് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ സെമിയിലെത്തിയത്. അഫ്ഗാൻ കിടിലൻ ടീം തന്നെയാണ്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ ഇന്ത്യൻ ടീമിനെ ഞെട്ടിച്ചു. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഒരു വട്ടം സെമി ജയിച്ചു എന്ന് വരെ അവർ തോന്നിപ്പിച്ചു. ഫൈസൽ ഷിനോസാദയും നിയാസയും സെഞ്ചുറി അടിച്ചു. അങ്ങനെ അഫ്ഗാൻ നേടിയത് 310 റൺസായിരുന്നു. ഞങ്ങൾക്കറിയാം അണ്ടർ 19 ലോകകപ്പിലൊക്കെ 319 എത്ര വലിയ സ്കോറാണെന്ന്, അതും സെമി ഫൈനലിൽ. എന്നാൽ രണ്ടാം ബാറ്റിംഗിൽ തുടക്കം തന്നെ വൈഭവ് സൂര്യവംശി വൻ വെടിക്കെട്ടോടെ തുടങ്ങി ഇന്ത്യക്ക് കിടിലൻ സ്റ്റാർട്ട് കൊടുത്തു. പിന്നീട് വന്ന ആയുഷ് മാത്രേ 59 പന്തിൽ നിന്ന് 62 റൺസും നേടി. എന്നാൽ അവിടെയൊക്കെ ഒപ്പം നിന്ന് വിക്കറ്റ് പോകാതെ നിന്നത് നമ്മുടെ മലയാളി ചക്കൻ ആരോൺ ജോർജ് ആയിരുന്നു. തുടക്കം വൈഭവ് അറ്റാക്ക് ചെയ്ത് കളിച്ചപ്പോൾ ആരോൺ പതിയെ ODI സ്റ്റൈലിൽ ബാറ്റ് വീശി. കൃത്യമായ ഇടവേളകളിൽ അയാൾ ബൗണ്ടറിയും അടിച്ചു. വൈഭവിനൊപ്പം 90 റൺസിന്റെ പാർട്ണർഷിപ്പ്, പിന്നീട് മാത്രക്കൊപ്പം 114 റൺസിന്റെ പാർട്ണർഷിപ്പ്, അത് കഴിഞ്ഞ് വന്ന വിഹാനൊപ്പം 96 റൺസ്. അങ്ങനെ വെറും 41 ഓവറിൽ ഇന്ത്യ ചേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആരോൺ മാൻ ഓഫ് ദ മാച്ചും ആകുകയാണ്. കോട്ടയത്ത് ജനിച്ച ആരോൺ തന്റെ കുടുംബ പേരുകൾ കേരളത്തിലാണെങ്കിലും ഹൈദരാബാദിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. അച്ഛൻ ഈഷോ വർഗീസ് മുൻ ക്രിക്കറ്റ് താരമാകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഹൈദരാബാദ് ക്രിക്കറ്റിലൂടെയാണ് ആരോൺ വളർന്നു വന്നത്. ഹൈദരാബാദ് അണ്ടർ 19 ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. ടീമിന് ചരിത്രത്തിലാദ്യമായി വിനു മങ്കാത്ത് ട്രോഫി നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കും വഹിച്ചു. വിജയ് മർച്ചന്റ് ട്രോഫിയിൽ 303 റൺസ് അടിച്ച് ട്രിപ്പിൾ സെഞ്ചുറി നേടി അദ്ദേഹം സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 2026 അണ്ടർ 19 ലോകകപ്പിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ ആരോൺ ജോർജ് വലിയ പങ്ക് വഹിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള സെമി ഫൈനലിൽ അദ്ദേഹം നേടിയ തകർപ്പൻ സെഞ്ചുറി ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായകമായി. ഒന്നാലോചിക്കണം, ഒരു മലയാളി പയ്യൻ ഒരു ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സെമിയിൽ മാൻ ഓഫ് ദ മാച്ച് ആകുന്നു. അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യേണ്ടതല്ലേ ഇത്? ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചമാണ്. ഇനിയിപ്പോൾ ഫൈനൽ മാത്രം ബാക്കിയുള്ളത്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് നമ്മുടെ ചെക്കന്മാർ കപ്പ് തൂക്കട്ടെ. അതിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്.